ലോകരാഷ്ട്രങ്ങൾ തന്റെ സ്വന്തം താൽപര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്കിട്ട് പണി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ മുന്നിൽ തല കുമ്പിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കണം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ആ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം ട്രംപിന്റെ ആശ മനസ്സിലിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപ് നിലവിൽ രാജ്യങ്ങൾക്ക് മുന്നിൽ ഭീഷണിയായി എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി പൊരുത്തപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് അധികമായി 10% തീരുവ ഈടാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിൽ നിന്നും അധികമായി 10% താരിഫ് ഈടാക്കും. ഈ നയത്തിന് ഒരു ഇളവും ഉണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹം കുറിച്ചത്. അതേസമയം ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ ഏതൊക്കെയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുമില്ല. ഇറാനെതിരെ കഴിഞ്ഞ മാസം US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളെ ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തെയും വികസിച്ചു വരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച ബ്രിക്സ് പ്രമേയം ഗാസയിൽ ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനു നേരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളെയും അപലപിച്ചു. ബ്രിക്സിൽ ഇറാൻ അംഗമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിക്കും വിധം ലോകരാജ്യങ്ങൾക്ക് വിവേചനരഹിതമായ തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിലും ബ്രിക്സ് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കും ബ്രസീലിനും UN-ൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു മാർഗമായി തീരുവകൾ ഉപയോഗിക്കുന്നതിനെതിരെ ചൈന എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ ബ്രിക്സ് ഗ്രൂപ്പുമായി യോജിക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ജൂലൈ 7-ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവന നടത്തി. താരിഫ് ഉപയോഗം ആർക്കും ഗുണം ചെയ്യില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ഒരു പതിവ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് ഗ്രൂപ്പിൽ ആദ്യം ഉണ്ടായിരുന്നത്. 2009-ൽ അവരുടെ ആദ്യ ഉച്ചകോടി നടന്നു. കഴിഞ്ഞ വർഷം ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ അംഗങ്ങളായി ഈ കൂട്ടായ്മ വികസിച്ചു. 2009-ൽ രൂപീകൃതമായ ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവയെ ഒന്നിപ്പിച്ചു. പിന്നീട് ദക്ഷിണാഫ്രിക്കയും ചേർന്നു. കഴിഞ്ഞ വർഷം ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയെ ഉൾപ്പെടുത്തി ഗ്രൂപ്പ് വികസിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.